ഇന്ന് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിന് പുറത്തുമായിട്ടുള്ള 10,000 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇത് മാത്രം കേട്ടിറങ്ങി ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കാൻ ഇറങ്ങിയ എത്ര സഹോദരന്മാരാണ് എനിക്ക് ചുറ്റും. നാട്ടിൽ പഠിക്കാതെ നീ എന്തിനാ പുറത്തുപോയി പഠിച്ചത് എന്ന് ചോദിച്ചവരോട് അവിടെയാകുമ്പോൾ പ്ലേസ്മെന്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പഠിക്കാൻ പോയിട്ട് എന്തായി? ഫോർ മീ ഇറ്റ് ഈസ് ഡോഗ് മാർക്കറ്റിൽ പോയ പോലെ, അഥവാ പട്ടിച്ചന്തയ്ക്ക് പോയ പോലെ. റോഡിൽ കൂടെ നടന്നു പോകുന്നവരെ വീട്ടിൽ വിളിച്ചു വരുത്തി എല്ലാം ഇട്ടിട്ട് ചോറില്ലെന്ന് പറയുന്നത് പോലെയാണ് ഈ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. നമ്മൾ ഈ കോഴ്സിന് ചേരുന്നതിന് മുന്നേ ഇവർ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബ്രോഷർ നമുക്ക് കാണിച്ചു തരും. അത് തുറന്നു നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം വിപ്രോ, ആമസോൺ, ഗൂഗിള്, ഫ്ലിപ്കാർട്ട്, മറ്റേ അംബാനി വരെ ഇവരുടെ മാമന്റെ മോനാണ്, എലോൺ മസ്കിന്റെ കൂടെ വരെ നമുക്ക് പണിയെടുക്കാം എന്നെല്ലാം ഇവർ പറഞ്ഞ് പരത്തും. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും പ്ലേസ്മെന്റ് അഷ്വറൻസും രണ്ടാണെന്ന് എനിക്കറിയാം. പണി തന്നേ പറ്റുള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും എന്തെങ്കിലും ഒന്ന്. ഞാൻ പഠിച്ച കോളേജിന്റെ തൊട്ടപ്പുറത്തെ കോളേജിൽ, അതുപോലെ തന്നെ എന്തിനു പറയണം, തൊട്ടപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിൽ വരെ പ്ലേസ്മെന്റ് കൊടുത്തു. എന്നിട്ട് ചുരുക്കി പറഞ്ഞാൽ യാതൊരു എളുപ്പമില്ലാതെ ഇങ്ങനെ പാവം പിടിച്ച പിള്ളേരെ പറ്റിച്ച് ജീവിക്കുന്ന അതിനൊത്തൊരു ഡയലോഗും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. അതും കൊടുത്തിട്ട് ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നവരെ പറ്റിച്ച് ജീവിക്കുന്നു. വൈ? ഫോർ വാട്ട്? ഈ ക്ലാസ് പോവാതെ മേലോട്ട് ഉക്കി കിടന്നുറങ്ങുന്ന എല്ലാവർക്കും കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഈ പ്ലേസ്മെന്റിന് വേണ്ടിയും അതുപോലെ തന്നെ 75% അറ്റൻഡൻസും അത് വേറൊരു അവതാരം, അത് ഞാൻ അടുത്ത വീഡിയോയിലിട്ട് കുക്ക് ചെയ്യാം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഈ 4-5 നില കയറി ഇറങ്ങുന്ന പാവം പിടിച്ച പിള്ളേരുണ്ട്. എന്താ പറയുക, ഒറ്റ സെമ്മിൽ പോലും സപ്ലി ഇല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി ഇപ്പം പ്ലേസ്മെന്റ് കിട്ടും, ഇപ്പം പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മാത്രം അവിടെ വന്നിരിക്കുന്നത്. അവർക്കെങ്കിലും നിങ്ങൾക്ക് പറയാനെങ്കിലും ഒരു എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു.